എൻ്റെ പറമ്പിൽ വന്നിട്ട് നമ്മൾ ആദ്യം പൊട്ടിച്ചെടുക്കുന്നത് കുക്കമ്പറാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇന്ന് 2-3 കുക്കമ്പറുള്ളോട്ട് പൊട്ടിക്കാനായിട്ട്. 2 കുക്കമ്പറാട്ടോ പൊട്ടിച്ച് 3 പൊട്ടിക്കാന്ന് വിചാരിച്ചു. ഒരെണ്ണം കുറച്ചും കൂടി ആവണം. പീച്ചിങ്ങ പുതിയൊരു തൈയാണ്, ഇതേ ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പീച്ചിങ്ങ ഉണ്ട് പൊട്ടിക്കാൻ. ഇനി നമുക്ക് പടവലങ്ങ പൊട്ടിക്കാം കേട്ടോ. നോക്കിയേ, ഇന്നിപ്പോൾ ഇതേ 4-5 പടവലങ്ങ ഉണ്ട് നമുക്ക് പൊട്ടിക്കാൻ. അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കട്ടെ. ഇനി നമ്മുടെ ബ്രൊക്കോളി പൊട്ടിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൊക്കോളി. ബ്രൊക്കോളി നമുക്ക് നന്നായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു 4 എണ്ണമായിട്ട് അരിഞ്ഞെടുക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ ബ്രൊക്കോളിന് പൊട്ടിക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ കുക്കമ്പർ വേറെയും പൊട്ടിക്കാനുണ്ട്. ഇനി അത് പൊട്ടിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിൽക്കുന്ന വൈറ്റ് സ്നോ കുക്കമ്പർ. ഈ കുക്കമ്പർ തയ്യോളൊക്കെ വെച്ച് എന്താ പറയുക ഉണ്ടായി കഴിഞ്ഞവരാണ്. അതുപോലെ ഒരു 4 എണ്ണം ഉണ്ട് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നോക്കിയേ കണ്ടോ, ഇത് ഒരു ചെറിയ തരത്തിൽ പട്ടിട്ടുള്ള ഒരു വൈറ്റ് സ്നോ കുക്കമ്പർ കേട്ടോ. നമ്മൾ മുന്നേ പൊട്ടിച്ചത് നല്ല വലുപ്പമുള്ള വൈറ്റ് സ്നോ കുക്കമ്പർ ആയിരുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാ. ഇനി നമുക്ക് വഴുതിനിങ്ങ ഉണ്ട് കേട്ടോ. ഈ വഴുതിനിങ്ങ അതെ കുറേ എന്താ പറയുക 2 വർഷമൊക്കെ ആയിട്ട് ഇവിടെ പടയിൽ നിന്നിട്ടുള്ള ഒരു വഴുതിനിങ്ങ തൈയാണ്. നീ കണ്ടോ, അത് മീൻ നോക്കിയേ. അപ്പോൾ നോക്കിയേ, നമ്മളിതാ വഴുതിനിങ്ങ പൊട്ടിച്ചു കൊടുത്തു. ഇനി നമ്മുടെ നിത്യവഴുതിനിങ്ങ പൊട്ടിച്ചെടുക്കാം കേട്ടോ. നിത്യവഴുതിനിങ്ങ നോക്കിയേ, കുറേ പൊട്ടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മളിതാ ഇത്രയും നിത്യവഴുതിനിങ്ങയും ഇത്രയും പച്ചക്കറികളൊക്കെ പൊട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് എന്നിട്ടാണെങ്കിൽ ചീര അരിയണം. അപ്പോൾ അതരിയഞ്ഞ് കുറച്ച് കൂടുതൽ തന്നെ ചീര നമുക്ക് അരിയാനുണ്ട് കേട്ടോ. നമ്മുടെ പച്ചച്ചീര അരിയിൽ കഴിഞ്ഞു. ഇനി നമുക്ക് സുന്ദരി ചീര അരിയാം കേട്ടോ. സുന്ദരി ചീരയുടെ ഭംഗി അറിയണമെങ്കിൽ ഇങ്ങനെ പിടിക്കണം കണ്ട. ഇതാണ് ഭംഗി. ഒതുക്കി പിടിച്ച് കഴിഞ്ഞാൽ നോക്കിയ കളറ്. അപ്പോൾ നോക്കിയേ സുന്ദരി ചീരയുടെ ഭംഗി നോക്കിയേ എന്താ പൂവങ്കോലി കേട്ടാ. ഇന്നൊരു മാങ്ങക്കറി വെക്കാമെന്ന് വിചാരിച്ചോണേ. അപ്പം ഞാനിതാ ഒരു മാങ്ങ കൂടി പൊട്ടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുത്ത് നമ്മുടെ പച്ചക്കറികളൊക്കെ ആയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. ഇതാ ചെന്നൊരു ചീരത്തോരനായി മാങ്ങക്കറി. ഞാൻ അടുത്ത ദിവസം അടുത്ത വീട്ടിൽ വീണ്ടും കാണാം കേട്ടോ.